എല്ലാ കൂട്ടുകാർക്കും ആശാസ് ഫുഡ് മെനുവിലേക്ക് സ്വാഗതം. 10 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം കമൻറ്റ് ചെയ്തേക്കണേ, പറ്റുമോ ഇല്ലയോ എന്ന്. ഏതായാലും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലോ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കറി പോലും വേണ്ട. ബാച്ചിലേഴ്സിന് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കപ്പളവിൽ ജീര റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജീര റൈസിന് പകരം ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഈവൻ ചോറ് ഉണ്ടാക്കുന്ന റൈസിൽ വേണമെങ്കിലും ഈ ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിതേ കുറച്ച് ചിക്കൻ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവോള, എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക്, കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. പിന്നെ വളരെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. ഇതിലേക്ക് പുതിനയിലയും തക്കാളിയും വേണ്ട കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ശരിക്കും ഒരു ഹെവി ബിരിയാണിയേക്കാളും ഈ ഒരു സിമ്പിൾ ബിരിയാണിയുടെ ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. അത് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ആണെന്ന്. ഇനി ഒരു കുക്കറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും 2 സവോള സ്ലൈസ് ചെയ്തതും മല്ലിയിലയും കറിവേപ്പിലയും നുറുക്കിയതും. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ നാരങ്ങ നീരും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നെയ്ക്ക് പകരം ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ഫ്ലേവർ വ്യത്യാസവും ഉണ്ടാവത്തില്ല, അറിയത്ത് പോലും ഇല്ല എന്നുള്ളത് നെയ്യ് ചേർത്തിട്ടില്ല എന്ന് കേട്ടോ. അതിലിപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുറവ് പോലെ തോന്നി. ഇതിൽ ചേർക്കുന്ന മസാലയൊന്നും ഇതുപോലെ തന്നെ വേണമെന്നില്ല, കൂട്ടിയും കുറച്ചും നമ്മളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റിയൊക്കെ കൊടുക്കാം. ഈ സവാളയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് മതിയാവും ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ചിക്കൻ ഒരുപാടിട്ട് അമർത്തി തിരുമേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഒരു 5 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി റൈസ് ഇതിലേക്ക് ചേർക്കുകയാണ്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഹോൾ മസാല ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും എരിവൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ നമുക്കിതെല്ലാം ആഡ് ചെയ്ത് ബാലൻസ് ആക്കിയിട്ട് അടച്ച് വെച്ചൊരു 2 വിസിലേക്ക് ഏൽപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 വിസിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ എയറെല്ലാം പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാവൂ. എയർ നമ്മൾ തുറന്ന് വിട്ടിട്ട് ഒരിക്കലും ഇത് നമുക്ക് ബിരിയാണി എടുക്കാൻ ശ്രമിക്കരുതെങ്കിൽ വേവ് കറക്റ്റ് ആവത്തില്ല. ഇതിപ്പോൾ നല്ല കറക്റ്റ് വേവാണ്. കുറച്ച് മല്ലിയിലൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നെയ്യോ എക്സ്ട്രാ ഒരു ഫ്ലേവറോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ നെയ്യ്, തൈര്, അതുപോലെ തക്കാളി, മിന്റ് ലീവ്സ് നമ്മൾ പലതും ഇതിൽ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറവുമല്ല. അതുപോലെ വളരെയധികം സമയം ലാഭിക്കാം. നമ്മുടെ വെസൽസ് ഒന്നും ഒരുപാട് അഴുക്കാകത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ഫ്രണ്ട്ലി ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് ഞാൻ കൂടുതൽ മോട്ടിവേറ്റ് ആകുന്നത്. അതുപോലെ ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുള്ള സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.